ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഇതൊരു പുതിയൊരു ചാപ്റ്ററാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രം ജനപദാസ് ടു എംപയർ, ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററാണ് ഞാൻ ഇന്ന് തുടങ്ങി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് എന്ന് പറയുന്നത്, അല്ലെ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ വേദിക് ഏജിനെ പറ്റി പഠിച്ചു. ആ ഒരു ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിട്ടുണ്ടായിരുന്നത് ഈ ലേറ്റർ വേദ കാലഘട്ടത്തിലെ ജനങ്ങൾ പ്രധാനമായും ഈ ഗംഗാ സമതലത്തിൽ ആ ഒരു പ്രദേശത്ത് അഗ്രികൾച്ചറൽ സ്റ്റാർട്ട് ചെയ്യുകയും പിന്നീട്, അതായത് ലേറ്റർ വേദ കാലഘട്ടമായപ്പോഴേക്കും ഗംഗാ ബേസിനിൽ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യുകയും പിന്നീട് ഒരു ഒരു പെർമനൻ്റ് വില്ലേജസ് ആയിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കാണാൻ സാധിച്ചു. ഓക്കെ, ഇനി ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഒരു വർധനവ്, അതായത് വളരെ വലിയ തോതിൽ നടന്നിട്ടുള്ള കാർഷിക മേഖലയിലെ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് അതെങ്ങനെയാണ് ഒരു സെറ്റിൽഡ് ലൈഫിലോട്ടും അത് പിന്നീട് ഒരു മഹാജനപദാസ് എന്ന 16 മഹാജനപദങ്ങളുടെ ഉദയം അല്ലെങ്കിൽ അതിൻ്റെ റൈസിന് എങ്ങനെ കാരണമായി എന്നുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് 6ാം നൂറ്റാണ്ടിൽ 6th സെഞ്ച്വറി BC-യിൽ നോർത്ത് ഇന്ത്യയിൽ ഒരു ഈ പറഞ്ഞിട്ടുള്ള 16ഓളം മഹാജനപദാസിൻ്റെ ഒരു എമർജൻസ്, അതെങ്ങനെയാണ് ഈ ഒരു അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൻ്റെ വർധനവ് കൊണ്ട് കാരണമായി. അപ്പം അത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ പറയാൻ പോകുന്നതാണ് ചില പ്രധാനപ്പെട്ട ഘടകങ്ങളുടെ ബേസിൽ ഒരു മഗധ എന്നൊരു ഡൈനാസ്റ്റിയുടെ വളർച്ച, അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു, അത്തരത്തിൽ റൈസ് ഓഫ് മഗധ എന്നൊരു പാർട്ടും കൂടെ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. ഇത് കൂടാതെ ഈ ഒരു നിങ്ങളുടെ 5ാമത്തെ ചാപ്റ്ററിൽ ഞാൻ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഈ 6ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഒരുപാട് മതങ്ങളുടെ ഉദ്ഭവത്തിന് അല്ലെങ്കിൽ ഒരു ആവിർഭാവത്തിന് കാരണമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. അപ്പം അങ്ങനെ പരിശോധിക്കുമ്പം പ്രധാനമായിട്ടും ബുദ്ധിസം, ജൈനിസം പോലുള്ള മതങ്ങളുടെ ആവിർഭാവവും അതിനെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട പോയിന്റുകളും എല്ലാം ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ നിങ്ങളുടെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രം ജനപദാസ് ടു എംപയർ എന്ന ഈ ഒരു ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പം ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ഒരു ടോപ്പിക്കാണ് ദ എമർജൻസ് ഓഫ് ന്യൂ റിലീജിയൻസ്. ഓക്കെ, അതായത് പുതിയ മതങ്ങളുടെ ആവിർഭാവം. ഓക്കെ, ആ മതങ്ങളുടെ 6ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരുപാട് മതങ്ങൾ, ബുദ്ധിസം പോലെയുള്ള അല്ലെങ്കിൽ ജൈനിസം പോലെയുള്ള ഒരുപാട് മതങ്ങളുടെ ആവിർഭാവത്തിന് കാരണമായ കാലഘട്ടമാണെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയായിരുന്നു, അതിലേക്ക് ഒരുപാട് ഘടകങ്ങൾ കാരണമായിട്ടുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ദ എമർജൻസ് ഓഫ് ന്യൂ റിലീജിയൻസ് എന്നുള്ളതാണ്. റിലീജിയൻസ്, ഓക്കെ, മതം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു കാലഘട്ടമായപ്പോഴേക്കും ഈ ഞാൻ പറഞ്ഞിട്ടുള്ള 16th സെഞ്ച്വറി BC ആ ഒരു പെർട്ടിക്കുലർ കാലഘട്ടമായപ്പോഴേക്കും ഒരു സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയും അതിൻ്റെ എല്ലാം ഒരു സെൻറ്റർ എന്നുള്ളത് ഹരിയാനയിൽ നിന്നും ഷിഫ്റ്റ് ചെയ്തിട്ട് ഹരിയാന വെസ്റ്റേൺ UP-യിൽ നിന്നും അത് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഈസ്റ്റേൺ UP-യിലോട്ടും ബീഹാറിലോട്ടും പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാലഘട്ടം വന്നപ്പം പ്രധാനമായിട്ടും സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയുടെയും പ്രധാനപ്പെട്ട സെൻറ്റർ ആയിട്ടുള്ള ഹരിയാനയും വെസ്റ്റേൺ UP-യും അതായിരുന്നു മുൻപ് സെൻറ്ററെങ്കിൽ ഈ ഒരു കാലഘട്ടമായപ്പോഴേക്കും ആ സെൻറ്ററിൽ നിന്നും ഒരു ഷിഫ്റ്റ് ഉണ്ടാവുകയാണ്. എവിടേക്കാണ് അത് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടതെന്ന് വെച്ചാൽ ഈസ്റ്റേൺ UP-യിലോട്ടും ബീഹാറിലോട്ടും ഈ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയുടെയും അതോടൊപ്പം തന്നെ എക്കണോമിക് ആക്ടിവിറ്റിയുടെയും സെൻറ്ററും ഷിഫ്റ്റായി എന്നാണ് പറയുന്നത്. ഓക്കെ, സോ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം അത്തരത്തിൽ ഈസ്റ്റേൺ UP-യിലോട്ടും ബീഹാറിലോട്ടും ഒക്കെ പോകാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അവിടെ ആവശ്യത്തിന് മഴ അല്ലെങ്കിൽ റെയിൻഫോൾ ലഭിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഫെർട്ടിലിറ്റിയുള്ള ലാൻഡ് ആയിരുന്നു. അത് കൃത്യമായിട്ട് അഗ്രികൾച്ചറിനെ എല്ലാം വളരെ നല്ല രീതിയിൽ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം പിന്നീട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പിന്നീട് ഈ ഇക്കണോമിക്
ആക്ടിവിറ്റിയുടെയും പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയുടെയും സെൻ്ററായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഈസ്റ്റേൺ UPയും ബീഹാറും മാറിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഈ പ്രദേശങ്ങളിലും ഞാൻ പറഞ്ഞ ഭൂമിശാസ്ത്രപരമായ പല പ്രത്യേകതകളുമുള്ള പ്രദേശങ്ങളായിരുന്നു. പല അനുകൂലമായിട്ടുള്ള പല ഘടകങ്ങളും ഉണ്ടായിരുന്നു. അത് അവിടേക്ക് എത്തിപ്പെട്ട ജനങ്ങൾ ആ പ്രദേശത്തെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ആ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അഡ്വാൻറ്റേജ് എടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതായത് ഒരുപാട് അയൺ ഓർ ഉള്ള അല്ലെങ്കിൽ അയൺ സോഴ്സ് ലഭിക്കാനുള്ള ഇരുമ്പിൻ്റെ അംശമുള്ള പ്രദേശമായിരുന്നു ആ ബീഹാറും അതുമായി ബന്ധപ്പെട്ട ചില ഏരിയാസും. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഒരുപാട് അയൺ ടൂൾസ്, ഇരുമ്പിൻ്റെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. പ്ലൗ ഷെയർസ് ഉപയോഗിക്കാൻ തുടങ്ങി. അതെല്ലാം ഇരുമ്പിൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ഏരിയ ഒരു കൾട്ടിവബിൾ ലാൻഡ് ആക്കി മാറ്റാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഈ പറഞ്ഞിട്ടുള്ള അയൺ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഫോറസ്റ്റ് ഏരിയ വളരെ കൃത്യമായിട്ട് ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് ആക്കി മാറ്റാൻ കൂടെ ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് സാധിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും കാർഷിക മേഖലയിൽ ഒരു വളരെ നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനിയും പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു അയൺ ടൂൾസ് ഇവർ ഉപയോഗിച്ചെന്ന്. അപ്പം പ്രധാനമായിട്ടും അതിനുള്ള തെളിവുകൾ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു അഗ്രികൾച്ചറിൻ്റെ ഒരു വളർച്ചയുടെ അതിൻ്റെ തെളിവുകൾ നമ്മൾക്ക് പ്രധാനമായിട്ടും ലഭിക്കുന്നത് ആർക്കിയോളജിക്കൽ സോഴ്സിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ലിറ്റററി സോഴ്സസിലും ഈ പറഞ്ഞിട്ടുള്ള അഗ്രികൾച്ചറിൻ്റെ വളർച്ച ഉണ്ടായി എന്നതിനെ പ്രതിപാദിക്കുന്ന തരത്തിലുള്ള തെളിവുകളുണ്ട്. ഓക്കെ, സോ വളരെ കൃത്യമായിട്ട് പല ഇടങ്ങളിൽ നിന്നും ഫോർ ഇൻസ്റ്റൻസ് വെസ്റ്റേൺ UPയിലെ ജഖേര എത്ത എന്നീ പറഞ്ഞ പ്രദേശങ്ങളിൽ നിന്നൊക്കെ പലതരത്തിലുള്ള പ്ലോഷെയർ പോലുള്ള വസ്തുക്കൾ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഞാൻ പറയുന്ന പല എവിഡൻസുകളും പല പ്രദേശങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ കാലഘട്ടത്തിൽ ഇവർ ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ ഒരു അഗ്രികൾച്ചറൽ ഒരു ഗ്രോത്ത് ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചത്. അതേപോലെ തന്നെ മറ്റു പല പ്രദേശങ്ങളിൽ നിന്നും ഇരുമ്പിൻ്റെ എവിഡൻസുകൾ ലഭിച്ചിട്ടുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് രാജ്ഘട്ട് നിന്ന്, അതോടൊപ്പം തന്നെ കൗശാംബി, വൈശാലി ആൻഡ് സോനാപൂർ ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഇരുമ്പിൻ്റെ ആയുധങ്ങളുടെ ഇരുമ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ജനത ഇരുമ്പ് ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നതിനുള്ള എവിഡൻസുകൾ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ലിറ്റററി ടെക്സ്റ്റ് എന്നുള്ള രീതിയിൽ പറയാവുന്ന ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ എങ്ങനെയായിരുന്നു പാടി കൾട്ടിവേഷൻ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഷുഗർ കെയിൻ കൾട്ടിവേഷൻ, അല്ലെങ്കിൽ മസ്റ്റാർഡ് കൾട്ടിവേഷൻ, ഇതെങ്ങനെ അവർ നടത്തി, അതോടൊപ്പം തന്നെ വളരെ കൃത്യമായ രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്തു എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു അഗ്രികൾച്ചറിൽ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യാപനം കൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു റിസൾട്ടാണ് ബേസിക്കലി വളരെ കൃത്യമായിട്ടുള്ള ഫുഡ് സപ്ലൈയിൽ വളരെ കൃത്യമായ അല്ലെങ്കിൽ വളരെ വിസിബിളായിട്ട് അത് ഇംപ്രൂവ് ആകാൻ തുടങ്ങി. ഓക്കെ, ആ ഫുഡ് സപ്ലൈ എന്നുള്ളത് ഭക്ഷ്യവിതരണം വളരാൻ തുടങ്ങി. ഓക്കെ, അത് സ്വാഭാവികമായിട്ടും ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റിന് സഹായകരമായി എന്നാണ് പറയുന്നത്. ഓക്കെ, ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ മാത്രമല്ല, സ്വാഭാവികമായിട്ടും ഈ ഭക്ഷ്യവിതരണമെല്ലാം വളരെ നല്ല രീതിയിലും മികച്ച രീതിയിലും വളരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ട്രേഡ് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രേഡ് വളരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അർബൻ സെൻറ്റേഴ്സ് ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൃഷിയുടെ വ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് ക്രാഫ്റ്റ് പ്രൊഡക്ഷനിലും അതോടൊപ്പം തന്നെ വ്യാപാരത്തിലും അർബൻ സെൻറ്റേഴ്സിൻ്റെ ആവിർഭാവത്തിനുമെല്ലാം അത് കാരണമായി എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതെല്ലാം സംഭവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നതാണ് 6th സെഞ്ച്വറി എന്ന് പറയുന്നത്, 6ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 6ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ ഈ 6th സെഞ്ച്വറി BCനെ പൊതുവെ പറയുന്ന ഒരു മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് ഇറ്റ് വാസ് ആൻ എറ ഓഫ് സെക്കൻഡ് അർബനൈസേഷൻ ഇൻ ദി ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ഓക്കെ,
അതായത് രണ്ടാം നഗരവൽക്കരണത്തിൻ്റെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ രണ്ടാം നഗരവൽക്കരണത്തിൻ്റെ കാലഘട്ടം എന്ന രീതിയിൽ ഈ 6th സെഞ്ച്വറി BC ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഹാരപ്പൻ ടൗൺസിൻ്റെ ഒരു ഡിക്ലൈന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ തകർച്ചയ്ക്ക് ശേഷം വളരെ കൃത്യമായിട്ടുള്ള അർബൻ സെൻറ്ററുകൾ അത് ഒരു മോർ ദാൻ 1000 years, ഒരു 1000 വർഷങ്ങൾക്ക് ശേഷമാണ് അത്തരത്തിലുള്ള അർബൻ സെൻറ്ററുകൾ പിന്നീട് കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കാണപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള 6th സെഞ്ച്വറി BC എന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പീരീഡിനെ സെക്കൻഡ് അർബനൈസേഷൻ ഇൻ ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്നാൽ പോലും ഈ ഒരു ടൗൺ എന്ന് പറയുന്നത് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ളത് മിഡിൽ ഗാൻജറ്റിക് ബേസിലായിരുന്നു. ഈ കാലഘട്ടത്തിൽ ടൗണുകൾ പ്രധാനമായിട്ടും വളർന്നിട്ടുണ്ടായിരുന്നത് മിഡിൽ ഗാൻജറ്റിക് ഗംഗാ സമതലത്തിൻ്റെ പ്രദേശങ്ങളിലായിരുന്നു. അതൊരിക്കലും സിന്ധു നദീതട സമതലത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രദേശത്തല്ലായിരുന്നു ടൗണുകൾ ഉണ്ടായിരുന്നത്, നേരെ മറിച്ച് ഗംഗാ സമതലത്തിലായിരുന്നു. ഓക്കെ, സോ പ്രധാനമായിട്ടും മോർ ദാൻ 60 ടൗൺസ് ആൻഡ് സിറ്റീസ്, ഉദാഹരണമായിട്ട് പാടലിപുത്ര വരുന്നുണ്ട്, രാജ്ഗൃഹ, ശ്രാവസ്തി, വാരാണസി, വൈശാലി, ചമ്പ, കൗശാംബി, ഉജ്ജയിൻ, ഇതെല്ലാം ഈ ഒരു 600 BC മുതൽ 600 and 300 BC കാലയളവിൽ വളർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ടൗണുകളാണ്. ഓക്കെ, ഈ അർബൻ സെന്ററിന്റെ എമർജൻസ് കൊണ്ടൊക്കെ തന്നെയാണ് ഇതിനൊരു സെക്കൻഡ് അർബനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാലഘട്ടത്തിന്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട ചില പ്രധാനപ്പെട്ട ടൗണുകളുണ്ട് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ചില ടൗണുകൾ. അതിൽ പാടലിപുത്ര വരുന്നുണ്ട്, രാജ്ഗൃഹ വരും, ശ്രാവസ്തി, വാരാണസി, വൈശാലി, ചമ്പ, കൗശാംബി ആൻഡ് ഉജ്ജയിൻ. ഓക്കെ, സോ ഇത് ഈ 600 മുതൽ 300 BC വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ടൗണുകളാണ്. അത് ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിക്കേണ്ടതാണ്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള പാടലിപുത്രയായാലും രാജ്ഗൃഹ, വൈശാലി, ശ്രാവസ്തി, വാരാണസി, ഉജ്ജയിൻ, ഇതെല്ലാം പിന്നീട് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതോടൊപ്പം വ്യാപാരം, ഇതിൻ്റെ എല്ലാം ഒരു സെൻറ്ററായിട്ട് മാറുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടേക്ക് ഒരുപാട് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ്റെ ഒരു സെൻറ്ററായിട്ട് ഒരു പ്രദേശം മാറുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തേക്ക് ഒരുപാട് ആർട്ടിസാൻസ് വരുന്നു, പിന്നീട് ഒരുപാട് മെർച്ചൻസ് വരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രദേശത്തിനൊരു ഡെവലപ്മെന്റ് ഓവറോൾ രീതിയിൽ വർദ്ധിക്കുകയാണ്. ഓക്കെ, അപ്പം ഇവിടെ പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിച്ചിരുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ടെക്സ്റ്റൈലായിട്ട് സിൽക്ക്, ജ്വല്ലറി, പോട്രി, ടെക്സ്റ്റൈൽ, ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ ഈ പ്രധാനപ്പെട്ട ടൗണുകളിൽ ഇവിടെ ഉൽപ്പാദിപ്പിച്ചതാണ്. ഓക്കെ, സോ വാരാണസി എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൗൺ ആയിരുന്നു. അത് വൈശാലിയുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ടായിരുന്നു വാരാണസി എന്ന ടൗണിനെ. ആ വാരാണസി എന്ന ടൗണിനെ വൈശാലിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് പ്രധാനമായും കപിലവസ്തുവും കുശിനഗരയിലും കൂടെയാണ്. ഈ വൈശാലിയിലോട്ട് ശ്രാവസ്തി എന്ന ടൗണിനെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിൽ ഈ പല ടൗണുകൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അതായത് വാരാണസി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ട്രേഡിംഗ് സെന്റർ, അത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ശ്രാവസ്തി എന്നൊരു ടൗൺ, ആ പെർട്ടിക്കുലർ ടൗണ് വളരെ കൃത്യമായിട്ട് വാരാണസിയെ കണക്ട് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് വാരാണസി എന്ന പ്രദേശം ഈ ഒരു ശ്രാവസ്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കപിലവസ്തുവും കുശിനഗരയിൽ കൂടെയാണ് വാരാണസി എന്ന മേജർ ടൗൺ ശ്രാവസ്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഓക്കെ, ഇനി ശ്രാവസ്തി എന്ന പ്രദേശം വൈശാലിയുമായി കണക്ട് ചെയ്യപ്പെടുന്നത് കപിലവസ്തുവും കുശിനഗരയും വഴിയാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പല ടൗണുകളും ഈ പറഞ്ഞിട്ടുള്ള വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ടൗണുകൾ, ഓക്കെ, അതെല്ലാം പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർ തമ്മിൽ പരസ്പരം ട്രേഡ് നടക്കാറുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാറുണ്ട്, ആശയവിനിമയം നടക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് ടൗണുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ്. ഇനി നമുക്കറിയാം പലതരത്തിലുള്ള
തരത്തിലുള്ള ലിറ്റററി വർക്ക്സുകളുണ്ട്, ചില ഇൻഫർമേഷൻസ്, ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻസ് നൽകുന്ന അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആയിരുന്നു ജാതക സ്റ്റോറി എന്ന് പറയുന്നത്. ഓക്കെ, അത് ഞാൻ ലിറ്റററി സോഴ്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ജാതക സ്റ്റോറി നമ്മൾക്ക് ഇൻഫർമേഷൻസ് തരുന്നുണ്ട്. അതായത് ഈ ഒരു മഗധയിൽ നിന്നും കോസല വഴി മധുരയിലോട്ടും താക്സിലയിലോട്ടും ആളുകൾ അല്ലെങ്കിൽ വ്യാപാരികൾ വ്യാപാരം നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ഇൻഫർമേഷൻസ് നമ്മൾക്ക് ജാതക സ്റ്റോറീസ് നിന്ന് ലഭിക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരു വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മധുര എന്ന് പറയുന്നത് ഒരു ഉജ്ജയിനിലോട്ടും അതോടൊപ്പം തന്നെ ഗുജറാത്തിലെ മറ്റ് തീരപ്രദേശങ്ങളിലോട്ട് അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയാസിലോട്ടും പോകാനുള്ള ഒരു ട്രാൻസിറ്റ് പോയിന്റ് ആയിട്ടായിരുന്നു മധുരയെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഈ രീതിയിൽ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ലഭ്യമായിട്ടുള്ള ലിറ്റററി സോഴ്സസിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ട് ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ ഒരു ട്രേഡ് വളരെ കൃത്യമായിട്ട് ട്രാവൽ നടന്നിട്ടുണ്ടായിരുന്നു. അത് മഗധയിൽ നിന്ന് കോസലയിലോട്ട് പ്രധാനമായിട്ടും പോയിട്ടുണ്ടായിരുന്നത് മധുര ടു താക്സില, ആ ഒരു പെർട്ടിക്കുലർ ഒരു ട്രേഡ് റൂട്ടും ഏതൊക്കെ സ്ഥലങ്ങളിലൂടെ പോയെന്ന് എന്ന തരത്തിലുള്ള ഇൻഫർമേഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ അത് മനസ്സിലാക്കണം. ഇനി വളരെ കൃത്യമായിട്ട് നമ്മൾ പറയുമ്പം ഈ ടൗണുകളുടെ വളർച്ച, അത് ആ ടൗണുകൾ വളരുന്നത് പ്രധാനമായിട്ടും ട്രേഡ് വളരുമ്പോൾ സ്വാഭാവികമായിട്ടും ടൗൺ സെൻറ്റേഴ്സ് വരും അല്ലെങ്കിൽ അർബൻ സെൻറ്റേഴ്സ് വരും. അത് രണ്ടും കണക്റ്റഡ് ആണ്, ഒരു മ്യൂച്വൽ ആയിട്ടുള്ള കാര്യമാണ്. രണ്ടിൻ്റെയും ഡെവലപ്മെൻറ്റ് വളരെ മ്യൂച്വലി കണക്റ്റഡ് ആണ്. അപ്പം ഇനി ഈ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ് അത് വളരെ കൃത്യമായിട്ട് പ്രതിഫലിപ്പിച്ച ഒരു മേഖല എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ അതിൻ്റെ നമുക്കറിയാം വ്യാപാരത്തിൻ്റെ ഒരു വളർച്ച, അത് നമ്മൾക്ക് പലതരത്തിലുള്ള കോയിൻസുകൾ, ആ നാണയങ്ങൾ ആ കാലഘട്ടത്തിൽ ലഭ്യമായിട്ടുള്ള നാണയങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ കാലഘട്ടത്തിലെ ഒരു വ്യാപാരത്തിൻ്റെ വളർച്ച എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം ഈ കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട കോയിൻസിനെ പൊതുവെ പറയുന്ന പേരാണ് പഞ്ച് മാർക്ഡ് കോയിൻസ്. ഓക്കെ, കോയിൻസിനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതായിരുന്നു? ന്യൂമിസ്മാറ്റിക്സ്, റൈറ്റ്, ദ സ്റ്റഡി ഓഫ് കോയിൻസ്. ഓക്കെ, എനിവേ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ ആ ട്രേഡിൻ്റെ ഡെവലപ്മെൻറ്റ് റിഫ്ലക്റ്റ് ചെയ്തത് അല്ലെങ്കിൽ അതിന് നമ്മൾക്ക് ലഭിച്ച ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒട്ടനവധി ആയിരക്കണക്കിന് ഇത്തരത്തിലുള്ള പഞ്ച് മാർക്ഡ് കോയിൻസ് ഈ പ്രദേശങ്ങളിൽ നിന്നും കണ്ടെടുത്തു എന്നുള്ളതാണ്. അത്തരത്തിൽ നാണയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും നല്ല രീതിയിലുള്ള ഒരു വ്യാപാരം അവിടെ ഉണ്ടായിരുന്നു എന്ന രീതിയിൽ നമ്മൾക്ക് അനുമാനത്തിലേക്ക് എത്താം. ഓക്കെ, പലതരത്തിലുള്ള ക്രയവിക്രയങ്ങൾ, പണത്തിന്റെ ക്രയവിക്രയങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ളതിന് തെളിവാണ്, റൈറ്റ്? ഓക്കെ, എനിവേ ഈ രീതിയിൽ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു പഞ്ച് മാർക്ഡ് കോയിൻസിൻ്റെ 1000-ഓളം കോയിൻസുകൾ ആ ഒരു പ്രദേശത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. പഞ്ച് മാർക്ഡ് കോയിൻസ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ എംബ്ലം ആ ഒരു കോയിൻസിൽ പതിപ്പിക്കുന്നതാണ്, പഞ്ച് ചെയ്യുന്നതാണ്. അത് ചിലപ്പം ഫിഷിൻ്റെ സിമ്പലാകാം, അല്ലെങ്കിൽ ട്രീ, അല്ലെങ്കിൽ ഹിൽ, അല്ലെങ്കിൽ അങ്ങനെ ക്രിസന്റ്, അങ്ങനെ പലതരത്തിലുള്ള സിമ്പലുകൾ പഞ്ച് ചെയ്തിട്ടുള്ള കോയിനുകളാണ് പൊതുവെ പഞ്ച് മാർക്ഡ് കോയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഏകദേശം വളരെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തത് 550 ടൈപ്പ് കോയിൻ, അതായത് പഞ്ച് മാർക്ഡ് കോയിൻസിന്റെ 550ഓളം ടൈപ്പുകൾ, വിവിധ തരത്തിലുള്ള പഞ്ച് മാർക്ഡ് കോയിൻസ് ഈ പ്രദേശത്തിൽ നിന്നും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും ഈ പഞ്ച് മാർക്ഡ് കോയിൻസ് നിർമ്മിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും സിൽവറിലാണ്, ചില സമയത്ത് കോപ്പറിലും ഈ പഞ്ച് മാർക്ഡ് കോയിൻസ് നിർമ്മിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു അഗ്രികൾച്ചറിൽ ഉണ്ടായിട്ടുള്ള വളർച്ച അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ്, അതോടൊപ്പം തന്നെ ഈ ട്രേഡിൻ്റെ ഡെവലപ്മെൻറ്റ്, പിന്നീട് പണത്തിൻ്റെത് അല്ലെങ്കിൽ അർബനൈസേഷൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം ആ കാലഘട്ടത്തിലെ സമൂഹത്തിൽ അത് കൃത്യമായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അതായത് ഇംപ്രൂവ്മെൻറ്റ്, അഗ്രികൾച്ചറിൽ ഉണ്ടായിട്ടുള്ള വളർച്ച, വ്യാപാരത്തിൽ ഉണ്ടായിട്ടുള്ള വളർച്ച,
പണം, അതോടൊപ്പം തന്നെ അർബനൈസേഷൻ, ഇതെല്ലാം സമൂഹത്തിൽ കൃത്യമായിട്ടൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് മുൻപ് അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ മുൻപുള്ള ജനത ഒരു ട്രഡീഷണൽ ഈക്വാലിറ്റിയും അതോടൊപ്പം തന്നെ ഒരു ബ്രദർഹുഡും ഫോളോ ചെയ്തിരുന്നു. എന്നാൽ ഈ ട്രഡീഷണൽ ഈക്വാലിറ്റിയിലും അതോടൊപ്പം തന്നെ ഈ ബ്രദർഹുഡിലും ഈ പറഞ്ഞിട്ടുള്ള മാറ്റങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതൊരു ഇന്നിക്വാലിറ്റി ക്രിയേറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു സോഷ്യൽ കോൺഫ്ലിക്റ്റും, ഞാൻ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ് ഒരു സോഷ്യൽ കോൺഫ്ലിക്റ്റും ഇന്നിക്വാലിറ്റിയും സമൂഹത്തിൽ ക്രിയേറ്റ് ചെയ്തതിലേക്ക് സമൂഹത്തിനെ നയിച്ചതെന്ന് വെച്ചാൽ പ്രധാനമായും കൃഷിയിലുണ്ടായിട്ടുള്ള വളർച്ച, വ്യാപാരത്തിലുണ്ടായിട്ടുള്ള വളർച്ച, പണത്തിൻ്റെ അളവ്, അതോടൊപ്പം തന്നെ അർബനൈസേഷൻ, ഇതെല്ലാം ഇങ്ങനെ സമൂഹത്തിനെ മോശമായിട്ടും ബാധിച്ചു എന്ന് പറയുന്നുണ്ട്. അതായത് സമൂഹത്തിൽ മുൻപുണ്ടായിരുന്ന ട്രഡീഷണൽ ഈക്വാലിറ്റിയിലും അതോടൊപ്പം തന്നെ സോഷ്യൽ കോൺഫ്ലിക്റ്റും അത് അവിടെ ഒരു മാറ്റം വരികയാണ്. ഓക്കെ, അതായത് സ്വാഭാവികമായിട്ട് ജനങ്ങളെ സംബന്ധിച്ച് അവർ ഒരു പലതരത്തിലുള്ള പ്രോബ്ലംസിലോട്ട് പോയി. പണമുണ്ട്, വളരെ കൃത്യമായിട്ട് സമൂഹത്തിൽ ആവശ്യത്തിന് അധികം അവർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ പലതരത്തിലുള്ള സോഷ്യൽ പ്രോബ്ലംസിലേക്ക് ജനങ്ങൾ നീങ്ങി എന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് വയലൻസിലോട്ട്, ക്രൂവൽറ്റിയിലോട്ട്, തെഫ്റ്റിലോട്ട്, ഹേറ്റ്രെഡിലോട്ട്, അതോടൊപ്പം തന്നെ ഫോൾസ്ഹുഡ്, ഈ രീതിയിൽ തിന്മയിലോട്ട് ജനങ്ങൾ പ്രധാനമായിട്ടും മാറി എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലായിരുന്നു സിറ്റുവേഷൻ. അതായത് സമൂഹത്തിൽ കൃത്യമായ അസമത്വം നടക്കുന്നുണ്ട്, ഹിംസപരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്, വളരെ ക്രൂരമായിട്ട് സൊസൈറ്റിയിലെ ജനങ്ങൾ പരസ്പരം പെരുമാറുന്നുണ്ട്, അവിടെ മോഷണം ഉണ്ടാകുന്നുണ്ട്, പലതരത്തിലുള്ള വെറുപ്പ് എന്നുള്ളൊരു ആശയമുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു സിറ്റുവേഷനിലൊക്കെ തന്നെയാണ് ജൈനിസം, ബുദ്ധിസം പോലുള്ള പുതിയ കോൺസെപ്റ്റ്, ആ ഒരു പുതിയ റിലീജിയൻ്റെ ഒരു ആവിർഭാവം എന്ന് പറയുന്നത്. ഈ രണ്ട് റിലീജിയനും പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് കോൺസെപ്റ്റ് ഓഫ് പീസ് ആൻഡ് സോഷ്യൽ ഈക്വാലിറ്റി, അതായത് സമൂഹത്തിൻ്റെ സമത്വവും അതോടൊപ്പം തന്നെ സമൂഹത്തിന് ലഭിക്കേണ്ട സമാധാനവും, ഇതിനെ ഫോക്കസ് ചെയ്ത മതങ്ങളായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള 6-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്നിട്ടുള്ള ജൈനിസമായാലും ബുദ്ധിസമായാലും. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളാൽ കലുഷിതമായ ഒരു സമൂഹത്തിലോട്ടാണ് ഇത്തരത്തിലുള്ള ആശയങ്ങളുമായിട്ടൊരു പുതിയ റിലീജിയൻ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അതിനെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ റിലീജിയൻ പ്രധാനമായും എംഫസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പ്രധാനമായും പ്രാധാന്യം കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ ഹാപ്പിനെസ് അഥവാ ട്രൂ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരിക്കലും ആ മനുഷ്യൻ്റെ മെറ്റീരിയൽ പ്രോസ്പിരിറ്റി, അതായത് ഭൗതികപരമായിട്ടുള്ള സമൃദ്ധിയിലോ അല്ലെങ്കിൽ ചില റിച്വൽസ് പെർഫോം ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ചാരിറ്റി കൊടുക്കുന്നതിലോ നോൺ വയലൻസിലോ അല്ലെങ്കിൽ ഗുഡ് സോഷ്യൽ കണ്ടക്റ്റിലോ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത് വളരെ കൃത്യമായിട്ടൊരു പുതിയൊരു ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. ഒരു യഥാർത്ഥ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വത്തുള്ള ഒരാൾക്ക് വളരെ ട്രൂ ആയിട്ടുള്ള ഹാപ്പിനെസ് ലഭിക്കുമെന്നില്ല, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് ചാരിറ്റി ചെയ്തത് കൊണ്ട് ഹാപ്പിനെസ് ലഭിക്കണമെന്നില്ല. റിയൽ ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത് മറ്റ് പല കാരണങ്ങളുമാണ് അല്ലെങ്കിൽ മറ്റെന്തോ ആണെന്നുള്ള രീതിയിലുള്ള ഒരു പുതിയ ആശയമായിരുന്നു ഈ രണ്ട് റിലീജിയനും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഈ ഒരു ജനറൽ ഇക്കണോമിക് പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ട്രേഡിലുള്ള വളർച്ചയുമെല്ലാം. അങ്ങനെ അഗ്രികൾച്ചറിലും ട്രേഡിലും വളരെ ക്രമാതീതമായിട്ടുള്ള വർധനവ് ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റീൻ്റെ ക്ലാസിൻ്റെ വളർച്ചയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതാരാണെന്ന് വെച്ചാൽ നമുക്കറിയാം, വൈശ്യാസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ട്രേഡിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള വിഭാഗം ആളുകളാണ്. അപ്പം വളരെ കൃത്യമായിട്ട് വ്യാപാരവും കാർഷിക മേഖലയുടെയും വളർച്ച ഈ രീതിയിൽ വൈശ്യ കമ്മ്യൂണിറ്റിയുടെ വളർച്ചയ്ക്ക് സ്വാധീനിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അപ്പം സ്വാഭാവികമായിട്ടും ഈ രീതിയിൽ സാമ്പത്തികമായിട്ട് വൈശ്യ കമ്മ്യൂണിറ്റി മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ പോലും ഒരു സോഷ്യൽ സ്റ്റേറ്റസ് എന്ന രീതിയിലോട്ട് മുന്നോട്ട് വരാൻ അവർക്ക് സാധിച്ചിട്ടില്ലായിരുന്നു. കാര്യം ബ്രാഹ്മണാസിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് സമൂഹത്തിൽ വളരെ പ്രിവിലേജ് അല്ലെങ്കിൽ വളരെ റെസ്പെക്റ്റ് ലഭിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ബ്രാഹ്മണാസ് വന്നു. കാര്യം അവരാണ് ഈ ഒരു ചാതുർവർണ്ണം അനുസരിച്ച്
ടോപ്പ് ഓഫ് ദി സൊസൈറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു 6-ാം നൂറ്റാണ്ടായപ്പോഴേക്കും കാർഷിക മേഖലയിലെ വളർച്ചയും വ്യാപാരത്തിന്റെ വളർച്ചയും കൊണ്ടെല്ലാം ഈ ഇത്തരം ആക്ടിവിറ്റിയിൽ നിരന്തരമായി ഏർപ്പെട്ടിട്ടുണ്ടായിരുന്ന വൈശ്യാസിന് സാമ്പത്തികമായിട്ടൊരു ഭദ്രത വരികയും അവർക്ക് അവരുടെ ഒരു സോഷ്യൽ സ്റ്റേറ്റസ് മുന്നോട്ടാക്കണമെന്ന്, അല്ലെങ്കിൽ പൊസിഷൻ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തണമെന്നും അവർ ആഗ്രഹിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചൊരു ഇതിന് അതിനൊരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത് ബ്രാഹ്മണാസ് ആണ്. അപ്പം ബ്രാഹ്മണാസിനെ അവർക്ക് ലഭിക്കുന്ന ഒരു സോഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ വൈശ്യാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരുപാട് മുകളിലാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ വൈശ്യാസ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരൊരു നോൺ വേദിക്, അതായത് ബ്രാഹ്മണാസിന്റെ ഇടപെടൽ ഇല്ലാത്ത ഒരു റിലീജിയന് വരാൻ അവർ ആഗ്രഹിച്ചു. അതായത് ബ്രാഹ്മണാസിന് പൊസിഷൻ ഇല്ലാത്തത്, അല്ലെങ്കിൽ ബ്രാഹ്മണാസ് എന്ന് പറയുന്നത് ബ്രാഹ്മിൺസ് എന്നാണ് കേട്ടോ. ബ്രാഹ്മിൺസിന് അധികാരമില്ലാത്ത അല്ലെങ്കിൽ ഒരു അതോറിറ്റി കുറഞ്ഞ ഒരു റിലീജിയൻ ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിച്ചു. ഓക്കെ, അതായത് ബ്രാഹ്മിൺസ് എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റി എന്നത് കൃത്യമായിട്ട് നമുക്കറിയാം, അവരാണ് നമ്മളുടെ റിച്വൽസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് മുൻപുള്ള വേദകാലഘട്ടത്തിലെല്ലാം, റൈറ്റ്. പക്ഷെ ഈ കാലഘട്ടം ആയപ്പോഴേക്കും വൈശ്യാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സോഷ്യൽ പൊസിഷൻ ഉയർത്തണം. ഇക്കണോമിക്കലി അവർ ഓൾറെഡി ആയിക്കഴിഞ്ഞു, കാര്യം അഗ്രികൾച്ചർ വളർന്നു, അതുപോലെ തന്നെ ട്രേഡ് വളർന്നു. അപ്പം അവർ വെൽക്കം ചെയ്തു, പുതിയൊരു മതം ആവശ്യമാണ്. ആ മതം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വേദിക് റിലീജിയൻ ആകാൻ പാടില്ല. അതായത് ഈ ബ്രാഹ്മിൺസ് ചെയ്യുന്ന ഒരു ബ്രാഹ്മണിക്കൽ റിലീജിയൻ ആകാൻ പാടില്ല. നേരെ മറിച്ച് ഒരു നോൺ വേദിക് റിലീജിയൻ ആയിരിക്കണം. അങ്ങനെ വന്ന സാഹചര്യത്തിൽ പുതിയതായിട്ട് വന്ന ബുദ്ധിസത്തെയും ജൈനിസത്തെയും, ഈ രണ്ടും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ബുദ്ധിസം ആയാലും ജൈനിസം ആയാലും അതൊരു നോൺ വേദിക് റിലീജിയൻ ആണ്. അതൊരു ബ്രാഹ്മണിക്കൽ റിലീജിയനേ അല്ല. ഓക്കെ, അതൊരു പുതിയ റിലീജിയൻ ആണ്. അത് പ്രധാനമായിട്ടും ഒരു സബ്സ്റ്റാൻഷ്യൽ ഡൊണേഷൻസ്, അല്ലെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ റിച്വൽസിന് പ്രാധാന്യം കൊടുക്കാത്ത, അല്ലെങ്കിൽ കാസ്റ്റിന് പ്രാധാന്യം കൊടുക്കാത്ത ഈ അത്തരത്തിലൊരു നോൺ വേദിക് ആയിട്ടുള്ള ഒരു റിലീജിയൻ ആയിരുന്നു ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിസവും ജൈനിസവും. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കണം, വളരെ കൃത്യമായിട്ട് ഇവർ ഈ ബ്രാഹ്മണിസത്തിനെ, ബ്രാഹ്മണിക്കൽ ഡോമിനൻസിനെ, ഈ റിലീജിയൻ വൈസിൽ ഉള്ള ഈ ബ്രാഹ്മിൺസിന്റെ ഈ ഡോമിനൻസിനെ, മേധാവിത്വത്തിനെ എതിർത്ത റിലീജിയനാണ് ബുദ്ധിസവും ജൈനിസവും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഈ 6th സെഞ്ച്വറിയിൽ അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന ബുദ്ധിസവും ജൈനിസവും വളരെ കൃത്യമായിട്ട് ബ്രാഹ്മിൺസിന്റെ ഈ ഒരു ബ്രാഹ്മണിക്കൽ ഡോമിനൻസിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രതികരിച്ചിട്ടുണ്ടായ മതങ്ങളാണ്. എന്നാൽ ഈ ഒരു 2 മതങ്ങൾ മാത്രമല്ല ബ്രാഹ്മണിക്കൽ ഡോമിനൻസിനെതിരെ വെല്ലുവിളിച്ചിരുന്നത്. നമ്മൾക്ക് ലഭ്യമായിട്ടുള്ള ഒരു ബുദ്ധിസ്റ്റ് സോഴ്സ് പ്രകാരം ഏകദേശം 62ഓളം സെക്ട്സുകളും പുതിയ പുതിയ ഫിലോസഫീസും ഇത്തരത്തിൽ ഈ കാലഘട്ടത്തിൽ ഫ്ലറിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ബ്രാഹ്മണിക്കൽ ഡോമിനൻസിനെതിരെ അത്തരം ആശയങ്ങൾക്കെതിരെയായിട്ടുള്ള 62ഓളം പുതിയ സെക്റ്റുകളും ഫിലോസഫികളും ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത്തരത്തിൽ പ്രധാനപ്പെട്ട ബുദ്ധിസവും ജൈനിസവും മാറ്റി നിർത്തിയാൽ മറ്റ് പ്രധാനപ്പെട്ട ഒരു സെക്റ്റ് ആയിരുന്നു ഈ അജീവികാസ്. ഓക്കെ, അജീവിക എന്ന് പറയുന്ന ഒരു പുതിയ സെക്റ്റ്. ആ അജീവിക എന്ന സെക്റ്റ് അത് ഫൗണ്ട് ചെയ്തത്, അത് സ്ഥാപിച്ചത് മഹാകാലി ഗോസാലയാണ്. അപ്പം മഹാകാലി ഗോസാലയുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്നിട്ടുള്ള സെക്റ്റാണ് അജീവികാസ്. ഓക്കെ, അജീവിക എന്ന് പറയുന്നതും ഈ പറഞ്ഞിട്ടുള്ള ബ്രാഹ്മണിക്കൽ ഡോമിനൻസിനെതിരെ തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് പല തരത്തിലുള്ള പുതിയ ഫിലോസഫീസും സെക്റ്റുകളും എല്ലാം ഇത്തരത്തിലുള്ള ബ്രാഹ്മണിക്കൽ ഡോമിനൻസിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ പ്രധാനമായിട്ടും 3-ാം സെഞ്ച്വറിയിൽ 3rd സെഞ്ച്വറി BC-യിൽ മഗധയിലാണ് ഈ അജീവികാസ് വളരെയധികം ജനകീയമായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഈ കാലഘട്ടത്തിൽ മൗര്യൻ കിങ്സ് ഒക്കെ ഒരുപാട് സെവറൽ കേവ്സ്, ഒരുപാട് ഗുഹകൾ ഈ അജീവിക മോങ്സിന് അവരുടെ ബഹുമാനാർത്ഥം നൽകിയിട്ടുണ്ടായിരുന്നു, ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ കാലഘട്ടത്തിൽ 6th സെഞ്ച്വറി എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞു ഒരുപാട് പുതിയ മതങ്ങളുടെ ഒരു ആവിർഭാവം ഉണ്ടായിട്ടുള്ള കാലഘട്ടമാണ്. ആ മതങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ചലഞ്ച് ചെയ്തിരുന്നത് അല്ലെങ്കിൽ വെല്ലുവിളിച്ചിരുന്നത് ഈ ബ്രാഹ്മണ
ബ്രാഹ്മണിക്കൽ ഡോമിനൻസിനായിരുന്നു. ഈ രീതിയിൽ ഒരു പുതിയ മതങ്ങൾ ഉണ്ടാവാൻ അതിന് സാമ്പത്തികമായിട്ടൊക്കെ അതിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത് പ്രധാനമായും ഈ പറഞ്ഞിട്ടുള്ള അഗ്രികൾച്ചറിൻ്റെ എക്സ്പാൻഷനും ട്രേഡിൻ്റെ ഒരു എക്സ്പാൻഷനും എല്ലാമാണ്. നമ്മൾ ഈ സെക്കൻഡ് അർബനൈസേഷൻ എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എമർജൻസ് ഓഫ് ന്യൂ റിലീജിയനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. ഇത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫ്രം ജനപദാസ് ടു എംപയർ എന്ന നിങ്ങളുടെ പുതിയ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ടോപ്പിക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. സോ താങ്ക് യു.